ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. കാന്തസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തുമ്പൂർമുഴിയിലാണ്. അതിരപ്പള്ളിക്ക് പോകുമ്പോൾ ഉള്ള തുമ്പൂർമുഴി ചിൽഡ്രൻസ് പാർക്കിലാണ് നമ്മളിന്നുള്ളത്. അപ്പോൾ ഹോളിഡേയ്സ് ആയാലും അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അതിരപ്പള്ളിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ തുമ്പൂർമുഴിയിൽ കയറിയിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. പതുക്കെ പതുക്കെ പോയോട്ടാ. അയ്യോ അയ്യോ, ഇത് എനിക്ക് തോന്നുന്നു വലിയവർക്കുള്ളതാന്ന് തോന്നുന്നു. ചെറിയവർക്കുള്ളത് വേറെ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് കുറച്ചുള്ളൂ. പിന്നെ അതവിടെ സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് നമ്മുടെ സൂര്യനൊക്കെ മരങ്ങൾക്കിടയിലൂടെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് അതിനുള്ള വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്കപ്പോൾ ആ വ്യൂ പോയിൻറ്റിലേക്ക് പോകാം. കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ആയാലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാൽ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാന്തുവിനെ നമ്മൾ അവിടെ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എഴുകണത് എവിടെ വെച്ചാൽ വേറെയെന്ന് വെച്ചിട്ട് ഉള്ള അലമ്പാണ്. ഇതാണ് ഞങ്ങളുടെ ടോമുട്ടാ കാന്തു. പിന്നെ ഇതാ ഇവിടെ ഐസ്ക്രീമും പിന്നെ കൂൾ ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ ക്ലോസ് ചെയ്ത് പോയി. കാരണം സമയം ഒരു 5:45 ആയി, 6 മണി ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരുകളൊക്കെ പോയി. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ക്ലോസ് ചെയ്ത് പോയി. എന്നാലും നമ്മുടെ കയ്യിൽ വെള്ളമൊക്കെ കൊണ്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വ്യൂ പോയിൻറ്റിലേക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ചെടികളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഈ ബട്ടർഫ്ലൈകൾ കുറേ ഉണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെറൈറ്റി ബട്ടർഫ്ലൈയുടെ പിക്സൊക്കെ എടുക്കാം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഫോട്ടോഗ്രാഫറൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇതാണ് കണ്ടോ, ആ വണ്ടി പോകുന്ന വഴി, ആ വഴിയാണ് അതിരപ്പള്ളി റൂട്ടിലുള്ള അതിൻ്റെ ഈ തുമ്പൂർമുഴി ചിൽഡ്രൻസ് പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ആ വണ്ടി പോകുന്ന വഴി. പിന്നെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും അത്ര വെയിലൊന്നും നമുക്കത്ര ചൂട് ഫീൽ ചെയ്യില്ല. കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിറച്ച് മരങ്ങളാണ്, ചെടികളാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലൈമറ്റ് നല്ല സൂപ്പറായിരിക്കും. പിന്നെ അപ്പുറത്തെ ഈ എൻട്രൻസിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ പുഴയിൽ നിന്നുള്ള ഒരു കൃഷിയുടെ ആവശ്യത്തിനുമായിട്ടുള്ള വെള്ളം അതിൽ കൂടെ പോകുന്നുണ്ട്. ഒരു അത്യാവശ്യം വലിയൊരു കനാലെന്ന് പറയുന്നത് ഇതാണ്ടോ അതേ. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഇറങ്ങി തന്നെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ എൻട്രൻസിൽ ഒരു കവാടമൊക്കെ ഉണ്ട്. ആ ചിൽഡ്രൻസ് പാർക്കിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു മങ്കിയുടെ അതൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെ കുരങ്ങന്മാരുണ്ട് ഇവിടെ. ഇപ്പം നമ്മളൊന്നും കണ്ടിട്ടില്ല. എന്നാലും ഇവിടെ മരത്തുമ്മക്കൂടെയൊക്കെ ആ സൈഡിൽ ആ എൻട്രൻസിൽ നിന്ന് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആ സൈഡിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. കുട്ടികൾക്ക് കൊണ്ടുവന്നാൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാനും മുതിർന്നവർക്കായാലും വലിയവർക്കായാലും ഒരു ഹോളിഡേയ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ഇരുന്ന് കളിക്കാം. പിന്നെ പ്രായമായവർക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആ പുഴയുടെ സൈഡിലേക്ക് അവിടെ നിന്നിട്ട് പുഴയിലേക്കൊക്കെ നോക്കി ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ടും സംസാരിച്ചൊക്കെ പോവാം. അപ്പോൾ വലിയ ചൂടൊന്നും അനുഭവപ്പെടില്ല വെയിലുണ്ടെങ്കിലും. ഇവിടെയും നിറച്ച് മരങ്ങളാണ്. പിന്നെ നമ്മുടെ സൂര്യൻ താന്നു പോയെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ നിന്ന് വന്നേക്കാളും സൂര്യൻ കുറച്ചും കൂടെ താന്നു. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, സൺസെറ്റിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണിച്ച് തരാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് കൈയോടെ ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, സൂര്യൻ ചെറുതായിട്ടുണ്ട്, പോയിട്ടില്ല. ചെറുതായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ മൊബൈൽ അത്ര നല്ല മൊബൈൽ അല്ലെങ്കിലും നമ്മുടെ മൊബൈലിൽ കൂടെ ഇങ്ങനൊരു സീനാണ് നമുക്ക് അവിടെ കിട്ടണം. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഫോണാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാമറ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നവരായാലും നല്ലൊരു ഫോട്ടോയും കിട്ടും. ഇപ്പോൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വീഡിയോ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. അപ്പോൾ ഞാനതൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കണ്ടോ, സൈഡിലൊക്കെ നല്ല മലയും നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ പുഴയാണെങ്കിൽ തന്നെ വെള്ളം തീരെയില്ല. ഉണ്ടോ നോക്കിയേ.
നിറച്ച് പാറയാ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് ഈ പുഴയിൽ കൂടെ വേണമെങ്കിൽ നടന്നു പോകാം. പിന്നെ കുറച്ച് വെള്ളമുണ്ട്. പിന്നെ കുളിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ അവിടെ ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെ പറ്റും. ഗൈസ്, അപ്പം നമുക്ക് ചെറിയൊരു സൺസെറ്റിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ ചെറിയൊരു ഫോട്ടോ കിട്ടി. ഫുള്ളായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിലും സൂര്യനെ നമുക്ക് കറക്റ്റ് കിട്ടില്ല. ഏതാ സൂര്യൻ അപ്പോഴേക്കും താന്നുപോയി. അവനൊരു അഹങ്കാരി. ചെരുപ്പൂരുണ്ട, കയറിക്കോ. അവിടെ അവർ ബിസലൊക്കെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പോവാനായിട്ടുള്ള ഇതായിരിക്കാം. ഇവിടെ ഒരു ചെറുതുണ്ട് എടുക്കാനായിട്ട്. കാന്ത് ആദ്യം കൂടെ എഴുകാൻ കേട്ടാ. ഓഹോ, അത് വരുന്നില്ല. കണ്ണാപ്പി എഴുകാണോ? കണ്ണാപ്പിനെ ഒന്നോടെ കയറ്റിരുത്തിയേ. പറഞ്ഞു പോരെഴുതിട്ടാ. നിക്കട്ടാ ചേച്ചി കണ്ണാപ്പു പറഞ്ഞേ. അത്രേ ഉള്ളൂ. കാരണം വേറെ ഒന്നല്ല, ഇതേ ഇവിടെ കുട്ടികളൊക്കെ കളിച്ച് ആ ഒരു ഗ്ലേസിങ് പോയി. അപ്പൊ അതാരണം കൊണ്ട് പകുതി എത്തുമ്പോ സ്റ്റെക്കാവാണത്. അവിടെ എത്തുമ്പോ സ്റ്റെക്കാവും. ചിലപ്പോ എനിക്ക് തോന്നുന്നു അവരങ്ങനെയായിരിക്കും ഇത് സെറ്റ് ചെയ്തേക്കണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ കണ്ടോ, നോക്കിയോട്ടോ, അവിടെ നിന്ന് ഇഴുകി പോരുമ്പോ ഇവിടെ വരുമ്പോ കാല് കുത്താനുള്ളൊരു ഇതില്ല, ഇങ്ങനെ ഒരു കട്ടിങ് ആണ്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവിടെ അങ്ങനെ അവർ സെറ്റ് ചെയ്തേക്കണെന്ന് തോന്നുന്നു. ഓ, എന്തിപ്പിങ്ങ ഓടിപ്പോയ കിട്ടിയാനെ. അതും കിട്ടണ്ട്. അതിന് പോളിക്ക് കൂടി കയറ്. ആ, എന്നിട്ട് കാലെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്ക്. ആ, ഉള്ളിലേക്ക്. ആ, എന്നിട്ട് ആ സൈഡിൽ ചവിട്ട്. ആ, സൈഡിൽ ചവിട്ട്. ആ, അവിടെ ചവിട്ട്. ഓക്കേ, കണ്ടോ, മിടുക്കി, ഗുഡ് ഗേൾ. നോക്കി താഴെ നോക്കി സൂക്ഷിച്ച്. തിരക്ക് പിടിക്കണ്ട, പതുക്കെ. ആ, ഇറങ്ങിക്കോ. ആ, ഇതേടെ കൊക്കുകൾ പോണം. നമുക്ക് കൊക്കുകളെ പിടിക്കാം. വാ. മതി. അയ്യോ, ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ മറക്കണ്ട, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏഴാറ്റുമുഖത്ത് പ്രകൃതി ഗ്രാമത്തിൽ വന്നിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരെ തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇവിടെ ഏഴാറ്റുമുഖത്ത് വന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. സമയം കുറേ ആയി. നമുക്കിനി കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം പോണ വഴിക്ക് ആനയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.